25,000 rupees-നകത്ത് ഇഷ്ടം പോലെ സ്മാർട്ട് ഫോൺസ് വരാറുണ്ട്. നല്ല ക്യാമറ ഉള്ള ഫോൺസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് ഉള്ള ഫോൺസ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം ഡൗട്ട്ഫുൾ ആണ്. കാരണം ഞാൻ ഇതുവരെയും ഓൾറൗണ്ടർ ഫോൺ എന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നത്തിങ് ഫോൺ 2A ആണ്. എന്നാൽ നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചിപ്സെറ്റ് വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒന്നും അല്ല. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ മോശമാണ്. എന്നാൽ 25,000 രൂപയ്ക്കകത്ത് ഇനി ഇറങ്ങാൻ പോകുന്ന OnePlusന്റെ OnePlus Nord CE4 എന്ന് പറയുന്ന ഡിവൈസ് അടിപൊളി ഫോണാണ്. കിടില സ്പെസിഫിക്കേഷൻ ആണ്. 25,000 രൂപയ്ക്കകത്ത് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോൺ വരാനില്ല. കാരണം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല ക്യാമറ, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാം കിട്ടുന്നതാണ്. അതും 25,000 രൂപയ്ക്കകത്ത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ് മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. പല ഇമേജസും കണ്ടപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് ആയിട്ടാണോ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആയിട്ടാണോ ഗ്ലാസ് ആയിട്ടാണോ ഫീൽ ചെയ്തതെന്ന് താഴെ കമന്റ്സിലൂടെ അറിയിക്കുക. ഇതാണ് ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ആ ഒരു മിന്റ് കളർ അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന്റെ ക്യാമറ മോഡ്യൂൾ കാണാൻ ഏകദേശം സോണിയുടെ ഫോൺസിന്റെ ഒക്കെ പോലത്തെ ഡിസൈൻ ആണ്. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടെയൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ OnePlus ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു മിന്റ് കളർ എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആയിരിക്കും, അങ്ങനെ പ്ലാസ്റ്റിക് ബിൽഡൊക്കെ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. അതൊന്നും വലിയ ഇഷ്യൂസ് ഉള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് 25,000 രൂപയ്ക്കകത്തൊന്നും വലിയ കംപ്ലൈൻറ്റ്സ് പറയാനില്ല. ഗ്ലാസ് ബാക്ക് തരാണെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഗ്ലാസ് അല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫോണിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അലർട്ട് സ്ലൈഡർ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെയുള്ള OnePlusന്റെ Nord CE3 ഈ ഒരു ഫീച്ചർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ OnePlusന്റെ പ്രീമിയം ഡിവൈസിൽ കൊടുത്തിട്ടുള്ള, അതായത് OnePlus 12-ലും 12R-ലും 11-ലൊക്കെ വന്നുകൊണ്ടിരുന്ന അലർട്ട് സ്ലൈഡർ നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫീൽ ചെയ്തു. പിന്നെ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഒക്കെയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്കവാറുള്ള ഫോൺസിലൊക്കെ കാണുന്ന ഡിസ്പ്ലേ ആണ്. എന്നാൽ നത്തിങ് പോലെ മറ്റേ ബെസൽസ് ഒക്കെ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു പരിപാടിയൊന്നും കിട്ടത്തില്ല. ഇതിൽ നോർമൽ AMOLED ഡിസ്പ്ലേ ആണ്. ബട്ട് ഇതിലെന്താണ് കംപ്ലൈൻറ്റ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ കാര്യത്തിൽ എനിക്ക് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിലുള്ള ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 7th Gen 3 ആണ്. സ്നാപ്ഡ്രാഗൺ 7th Gen 3 എന്ന് പറയുന്നത് 25,000 രൂപയ്ക്കകത്ത് വരികയാണെങ്കിൽ നെക്സ്റ്റ് ലെവലായിരിക്കും. നത്തിങ് ഫോൺ 2-ന് ഒരു അടിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ അതിൽ Dimensity 7200 Pro ആണ്. ആ ഒരു പ്രോയിനെയും കാട്ടും ബെറ്റർ ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7th Gen 3 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. ഗെയിമിംഗ് നല്ലതായിരിക്കും, നല്ല സ്മൂത്തായിട്ട് ഓടിക്കോളും, വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ 5000 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. നത്തിങ് ഫോൺ 2A ഇട്ടുള്ള മെയിൻ പണിയാണ്. കാരണം നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ ചാർജറൊന്നും പെട്ടിക്കാത്തില്ല. ഇവിടെ ചാർജർ പെട്ടിക്കാത്തുണ്ട്. അതും 5000 mAh തന്നെയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഉള്ള ഫോൺസും 5000 mAh ആണ് തരാറുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് കിട്ടുന്നത്. പിന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ 50+8 ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. 50 മെഗാപിക്സലിന്റെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിം സെൻസർ, അതായത് നമ്മുടെ OnePlus Nord CE3-ലുള്ള സെയിം സെൻസറാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സോണിയുടെ IMX890 എന്ന് പറയുന്ന സെൻസർ കിടിലം പെർഫോമൻസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത് ലേശം മോശമായിരിക്കും പെർഫോമൻസ്, കാരണം 8 മെഗാപിക്സലേ ഉള്ളൂ. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മുടെ OnePlusന്റെ പ്രീവിയസ് ഡിവൈസുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും അതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഷൂട്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്യാമറ സെറ്റപ്പിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മെയിൻ സെൻസർ, ബാക്കിലുള്ള മെയിൻ സെൻസർ അത്യാവശ്യം കിടിലം തന്നെയാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ സംഭവം കളർ വോയിസ് ആണെങ്കിലും പേരിൽ ഓക്സിജൻ വോയിസ് ആണ്. Android 14-ൽ ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ആഡ്സും ബ്ലോട്ട് വെയറും കാണത്തില്ല. നമ്മുടെ നോർമലി Realme കാണുന്ന ആഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോയിൽ വരുന്ന ആഡ്സോ ബ്ലോട്ട് വെയർ ഒന്നും കാണത്തില്ല. ക്ലീനർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് അത്യാവശ്യം കുറച്ചുകൂടെ സ്മൂത്തർ ആണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ OnePlusലുള്ള ഓക്സിജൻ വോയിസ് അല്ലെങ്കിൽ കളർ വോയിസിന് നമ്മുടെ ഓപ്പോയിലോ റിയൽമിയിലെ ബഡ്ജറ്റ് ഡിവൈസിലൊക്കെ കഴിയുന്നതിനും കാട്ടും ബെറ്റർ പെർഫോമൻസ് ഉണ്ട്. ഈ റെനോ സീരീസ് ആണെങ്കിലോ നമ്മുടെ റിയൽമിയുടെ GT സീരീസിൻ്റെ കാട്ടൊക്കെ ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് മെയിൻ റീസണും ഈ ഒരു ഓപ്പോൻ്റെ സ്റ്റോർ ഇല്ല, അതുപോലെ തന്നെയാണ് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, പിന്നെ അതിൻ്റെ ബ്രൗസർ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. വളരെ ക്ലീനർ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഇതും നമ്മുടെ നത്തിങ്ങിനുള്ള ഒരു അടിയാണ്. വേറൊന്നുമല്ല, നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ അതിലും ക്ലീനർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു ഫോണിലും ക്ലീനർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇടുന്നുണ്ട്. മാത്രമല്ല അപ്ഡേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് OnePlus എന്ന് പറയുന്നത്. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് OnePlus. നമ്മുടെ മോട്ടറോള നോക്കുകയാണെങ്കിൽ അവർ നല്ല ക്ലീൻ സോഫ്റ്റ്വെയർ ഒക്കെയാണ് തരുന്നതെങ്കിലും അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ മോട്ടറോള വളരെ മോശമാണ്. എന്നാൽ OnePlus നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫാർ ബെറ്റർ ആണ്. അപ്പോൾ ഞാൻ ഓൾറൗണ്ട് ആയിട്ട് പറയാണ് ഇതിൻ്റെ ക്യാമറ നല്ലതാണ്,
ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, അതുപോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ 25,000 രൂപയ്ക്കകത്ത് നത്തിങ് ഫോൺ 2A എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ ഒരു ഫോണും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ നമ്മൾ 2,000 രൂപ അല്ലെങ്കിൽ 2,500 രൂപ എക്സ്ട്രാ കൊടുത്ത് ചാർജറൊക്കെ മേടിക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. 25,000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 26,000 റുപ്പീസിന് വരെ വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് നമ്മുടെ OnePlusന്റെ Nord CE4 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല. പല ചാനലിലും ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ബ്രാൻഡ് കൊളാബറേഷൻ ആണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന ഇമേജസ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ഫോണും കൂടിയാണ് നമ്മുടെ OnePlusന്റെ Nord CE4 എന്ന് പറയുന്നത്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഈ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ. ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് കൺഫേംഡ് അല്ല, ബട്ട് 25,000 റുപ്പീസ് റൂമർ ചെയ്യുന്നുണ്ട്. റൂമേർഡ് പ്രൈസ് ആണ്. ഒരു 25,000 റുപ്പീസ് വരെയാണെങ്കിൽ കിടിലം ഫോണാണ്. ഒരു 26 വരെയും കുഴപ്പമില്ല ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.